ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, നമ്മൾ കേരളത്തിലുള്ളവർക്കൊക്കെ ഇപ്പം കേരളത്തിലെ കാലാവസ്ഥയുടെ കാര്യത്തിൽ വളരെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ മാറുന്നത്. പണ്ട് നമുക്ക് സാധാരണ ജനങ്ങൾക്കായാലും കർഷകർക്കും ഒക്കെ ഓരോ കണക്കുണ്ടായിരുന്നു. വൃക്ഷങ്ങൾ പൂക്കുകയും തളിരിടുകയും ഒക്കെ ചെയ്യുന്നത് അതാതിൻ്റെ കാലത്താണ്. ഇപ്പം എല്ലാം കാലം തെറ്റി. അപ്പോൾ അതികഠിനമായ ചൂട്, മഴയാകുമ്പോൾ അതികഠിനമായ മഴ, ഇനിയിപ്പോൾ വലിയ ഒരു വരൾച്ചയിലേക്കായിരിക്കുമോ പോകുന്നത്? കഴിഞ്ഞ തവണ തന്നെ കേരളത്തിൽ ഏതാണ്ടൊരു സാധാരണ ഇടങ്ങളിൽ പോലും 40 ഡിഗ്രി ചൂട് അനുഭവപ്പെട്ടു. ഇക്കുറി ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്ന സ്ഥിതിക്ക്? വൃശ്ചിക മാസമാണിത്. ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ വൃശ്ചിക മാസത്തിൽ നല്ല തണുപ്പ്. നമ്മൾ പഴയ വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ ഡിസംബർ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണല്ലോ. പക്ഷെ ആ ധനുമാസരാവെന്നൊക്കെ പറഞ്ഞ് പാട്ടും തണുപ്പ് ആ ഒരു കാലമാണ്. പക്ഷേ ഇപ്പം നല്ല ഹ്യൂമിഡിറ്റിയാണ്. നമുക്ക് അന്തരീക്ഷത്തിന് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ പല വീടുകളിൽ നിന്ന് നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ വീടുകളിൽ പെട്ടെന്ന് പഴയതിനേക്കാൾ പെട്ടെന്ന് കേടാവുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ അപ്പോൾ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ അവസ്ഥയും അന്തരീക്ഷത്തിലെ ഈ താപനിലയും അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി, ആർദ്രത വലിയ കുഴപ്പമായിട്ട് വന്നിരിക്കുന്നത്, വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വൃശ്ചികമായി ധനു വരാൻ പോകുന്നു. ധനു മകരം കുംഭത്തിലേക്ക് പോവുകയാണ്. നമ്മളുടെ കഴിഞ്ഞ കാലത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് 2016 മുതലാണ് പ്രകടമായി നമ്മൾ കണ്ടു തുടങ്ങിയത്, 8 വർഷത്തെ. എന്നാൽ 2003 മുതൽ ഉണ്ട് ഇത്. 2002, 2003 മുതൽ എന്ന് പറയുന്നത് 24 വർഷത്തെ ചരിത്രമുണ്ട് കേരളത്തിന് ഈ കാലാവസ്ഥയുടെ വലിയ മാറ്റം വരുന്നത്. അതായത് മഴ വന്നാൽ ഭയങ്കര മഴയാണ്, കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ. അത് മഴ അങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. മഴ ജസ്റ്റ് നിന്നാൽ മതി, 2 ദിവസം മഴ നിന്നാൽ മതി, എന്തായി? അതികഠിനമായ ചൂടായി. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ചൂടാകുന്നു. ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു. നല്ല തിരുവനന്തപുരത്ത് വലിയ പ്രകടനമൊക്കെ വന്നിരുന്നു. ഒരുപാട് ആളുകളാണ് ആ പ്രകടനത്തിന് പോയവരും ഒക്കെ. ഇങ്ങനെ ഞാൻ കണ്ടിരുന്നു. പലരും ആളുകളും കുഴഞ്ഞു വീഴുന്ന പോലെ അത്രയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു. ആ ചൂട് കേൾക്കാൻ പറ്റാത്തില്ല. അപ്പം നല്ല ചൂടുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോണ മാസങ്ങളും എന്താണ്? ചൂടിലേക്കാണ് പോകുന്നത്. അപ്പം നല്ല ചൂടിലേക്ക് പോവുകയാണ്. അപ്പം കാലാവസ്ഥ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒരു സൂക്ഷ്മ കാലാവസ്ഥയുണ്ട്, ഒരു സ്ഥലത്തിൻ്റെ ഉണ്ടാകുന്ന കാലാവസ്ഥ. ഒരു സ്ഥൂല കാലാവസ്ഥയുണ്ട്. സ്ഥൂല കാലാവസ്ഥ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആഗോളതാപനം കൂടുന്നു, കടൽ നിരപ്പ് ഉയരുന്നു. നമ്മൾ വേറെ വീഡിയോ തന്നെ ചെയ്തിരുന്നു. കടലിൻ്റെ നിരപ്പ് ഉയരുന്നു, തീരദേശത്ത് അതിൻ്റെ പ്രതിസന്ധികൾ വരാൻ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കരയിലാണെങ്കിൽ തന്നെയും ഞാൻ ഈ പറഞ്ഞതുപോലെ കാർബണിൻ്റെ അളവ് വളരെ കൂടുതലാണ്, അന്തരീക്ഷ താപനില കൂടുതലാണ്. അതെല്ലാം പോയിട്ട് കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ എവിടെയാണ് എന്താണ് വരുന്നതെന്നുള്ള നിലയിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അത്ര മാറിയ രൂപത്തിൽ കാലാവസ്ഥ വന്നു കഴിഞ്ഞു. അപ്പം നമ്മുടെ കാലാവസ്ഥ ഇനിയിപ്പോൾ നമുക്ക് വരാനിരിക്കുന്നത് ചൂട് കാലത്തിൻ്റെ ഒരു വലിയ ചൂടായിരിക്കും നമുക്ക് വരാനിരിക്കുന്നത്. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞൊരു 2 ആഴ്ച കാലം കൊണ്ട് അതികഠിനമായ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അസുഖം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞൊരു ദിവസത്തെ ന്യൂസ് വന്നിട്ട് ഇന്നലെ മുതൽ രാജ്യത്ത് ക്ഷയരോഗത്തിനെതിരെയുള്ള ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ക്ഷയരോഗം വരുന്നത് എങ്ങനെയാണ്? ശ്വാസകോശ സംബന്ധമായ ആയിട്ടാണ് കൂടുതൽ ആളുകൾക്കും വരുന്നത്. അന്തരീക്ഷ മലിനീകരണമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ പോളിയോ നിർമ്മാർജ്ജനം ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ അണ്ടർ കൺട്രോളിലായി എന്ന് പറഞ്ഞ ഒരു രോഗമാണ് ക്ഷയരോഗം. പക്ഷെ ഇന്നലെ രാജ്യത്ത് വീണ്ടും എന്ത് തുടങ്ങേണ്ടി വന്നു? ക്ഷയരോഗത്തിന് ക്യാമ്പയിൻ തുടങ്ങേണ്ടി വന്നു. അതിനെതിരെയുള്ള ആളുകളെ ബോധവൽക്കരിക്കാനുള്ള ക്യാമ്പയിൻ തുടങ്ങേണ്ടി വന്നു. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നു, കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു, പക്ഷിമൃഗാദികൾക്ക് അതനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നു. നേരത്തെ വിജയൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ മരങ്ങൾക്ക് അതിനകത്തുള്ള വ്യത്യാസം ഉണ്ടാകുന്നു. പല മാവുകളും 10-20 മാവുകൾ പൂക്കുന്നില്ല, കണിക്കൊന്ന കാലം മാറി പൂക്കുന്നു, മത്തി കടലിൽ ഇല്ലാതാവുന്നു, ചില സീസണിൽ ഒരുപാട് ഉണ്ടാകുന്നു. അപ്പം വളരെ വളരെ വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾ. അതിൽ ചൂടെന്ന് പറയുന്നത് ക്രമാനുഗതമായി ഓരോ വർഷവും നമുക്ക് കൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ പണ്ടാണെങ്കിൽ പാലക്കാട് ഗ്യാപ്പും അരിയങ്കാവ്, പുനലൂർ, ഇങ്ങനെ ചില പോക്കറ്റുകളിലായിരുന്നു നമ്മൾ ചൂട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരളമാകെ വലിയ തോതിലാണ് ചൂട് വരുന്നത്. അതുകൊണ്ടാണ് സംഭവിക്കാൻ പോണ മറ്റൊരു കാര്യം, മണ്ണിൽ വെള്ളം കരുതി വയ്ക്കാനുള്ള കഴിവുണ്ട്. മണ്ണിന് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം കരുതി വയ്ക്കേണ്ടത് മണ്ണാണ്. അതുപോലെ കാർബൺ ഒരുപാട് എടുത്ത് അന്തരീക്ഷത്തിൽ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ എടുത്ത് വയ്ക്കേണ്ടത് മണ്ണാണ്. ഇതിൻ്റെ കഴിവ് നഷ്ടപ്പെടും. അത് വലിയൊരു പ്രതിസന്ധിയാണ് നമുക്ക് വരാനിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സസ്യങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ഇതൊന്നും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഒരു വിഷയം. നമ്മൾ മറ്റു കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്താൽ നമ്മളെ സമയം കളയും. പിന്നെ കന്നുകാലികൾക്ക് ഈ ചൂട് കാലത്ത് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയും.
പാൽ ഉൽപ്പാദനം കുറയും, റബ്ബറിൻ്റെ ഉൽപ്പാദനം കുറയും, ഇതെല്ലാം സംഭവിക്കും. അങ്ങനെ സമസ്ത മേഖലകളിലും നമ്മളെ കാലാവസ്ഥ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിക്കോട്ടെ, നമുക്കൊരു മകരം കുംഭമാകുമ്പോഴത്തേക്കും നല്ല ചൂടായിരിക്കും, വളരെ അതികഠിനമായ ചൂടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ താപനില വെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ താപനിലയേക്കാൾ താപനില കൂടുതലായിരിക്കും പ്രാവശ്യം. കാരണം അതിനേക്കാൾ എന്ത് നടന്നു, അതാ ഞാൻ പറഞ്ഞ, കഴിഞ്ഞ വർഷത്തേക്കാൾ താപനില കൂടുതലായിരിക്കും നമ്മൾ അനുഭവപ്പെടുന്നത്. അങ്ങനത്തെ പ്രശ്നമുണ്ട് കേട്ടോ. ഈ ചൂട് വരുന്നതിന്റെ അളവ് നമുക്ക് അനുഭവപ്പെടുന്നതും കൂടെ ഉണ്ട്, ആളുകൾക്ക് അനുഭവപ്പെടുന്നതും കൂടെ ഉണ്ടല്ലോ. കാരണം അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്, മരങ്ങളുടെ എണ്ണം കൂടിയോ, കുറഞ്ഞല്ലേ ഉള്ളൂ. കെട്ടിടങ്ങളുടെ എണ്ണം കൂടിയല്ലേ ഉള്ളൂ. കെട്ടിടങ്ങളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, സിമന്റ് ഉപയോഗിച്ചാണ് എല്ലാ കെട്ടിടവും ചെയ്യുന്നത്. ടെറസ് കെട്ടിടമാണ് ഇവിടെ ചെയ്യുന്നത്. സൂര്യപ്രകാശം നേരെ വരികയാണ് നമ്മളെ മണ്ടയിൽ അടിക്കും പോലെ, ഉച്ചിയിൽ അടിക്കും പോലെ. ഇതെല്ലാം കൂടി സിമന്റ് ഇങ്ങനെ വലിച്ചെടുക്കും, എന്നിട്ട് പതുക്കെ റിലീസ് ചെയ്യും. സ്പീഡിന് വലിച്ചെടുക്കും, പതുക്കെ റിലീസ് ചെയ്യുള്ളൂ. പതുക്കെ എടുത്ത് പതുക്കെ വിട്ടാലും, അല്ലെങ്കിൽ സ്പീഡിന് വിട്ടാലും കുഴപ്പമില്ല. ബാൾ എടുത്തെറിയും പോലെ പെട്ടെന്ന് അങ്ങനെയല്ല വരുന്നത്. ഇത് വളരെ വേഗത്തിൽ അബ്സോർബ് ചെയ്യും, വളരെ പതുക്കെ എന്ത് ചെയ്യുള്ളൂ, റിലീസ് ചെയ്യുള്ളൂ. അപ്പൊ അതിവിടെ നിൽക്കും, അന്തരീക്ഷത്തിൽ ഒരുപാട് സമയം നിൽക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പാരിസ്ഥിതികമായി ഇപ്പം തിരുവനന്തപുരം നഗരം നിങ്ങൾ എടുത്ത് നോക്കുക, ക്യാപിറ്റൽ സിറ്റി ആണല്ലോ. എത്ര മരങ്ങളാണ് മുറിച്ചതല്ലേ നമ്മളിപ്പോൾ. ഇതിന്റെ ചൂട് നമ്മൾ അനുഭവിക്കൂലേ? കേരളം മുഴുക്കെ NH പണി നടക്കുന്നു, എന്തുമാത്രം മരങ്ങളാണ്. വലിയ വിവാദമായില്ലേ, നിതിൻ ഗഡ്കരിക്ക് വരെ ന്യൂസ് പോയി, വലിയ വാർത്തകളായില്ലേ ഇവിടെ ഈ മരം മുറിച്ച് തള്ളുന്നത്. പത്രങ്ങളിലൊക്കെ വലിയ ന്യൂസ് ആയിരുന്നല്ലോ, മാധ്യമങ്ങളൊക്കെ എല്ലാ മീഡിയയിലും അത്. ഇത്രയും മുറിച്ച് തള്ളുന്നു. അപ്പൊ ഈ കാർബണൊക്കെ കൂടെ എവിടെ പോകും? അന്തരീക്ഷത്തിൽ നിൽക്കും. അന്തരീക്ഷത്തിൽ കാർബൺ കൂടുതൽ നിന്നുള്ള കുഴപ്പം എന്താ, ചൂടിനെ അബ്സോർവ് ചെയ്തെടുക്കും. അബ്സോർവ് ചെയ്താൽ നമുക്ക് ചൂട് കൂടുതലായിരിക്കും. ഇവിടെ ഈ തീരപ്രദേശങ്ങളിൽ, തീരദേശ ജില്ലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ. തീരദേശത്ത് നല്ല താപം വരും, തീരദേശത്ത് നല്ല താപം. കോഴിക്കോട്, ആലപ്പുഴ, കുട്ടനാട്, പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് എടുത്തോളൂ, തീരദേശം എടുത്തോളൂ. നല്ല ശക്തമായ, ഇനി ഈ ശക്തമായ ചൂട് വരുമ്പോൾ കുഴപ്പം എന്താണ്, ശക്തമായ മഴ പിന്നെ വരും, പിന്നാലെ ഉണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിന് കടലിലെ വെള്ളം കൂടുതൽ നീരാവിയാവുമല്ലോ. അപ്പൊ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്, ഒരു ചാക്രിക വ്യവസ്ഥയാണ്. ഒന്നിന് വന്നാൽ അടുത്തതിൽ വന്നുകൊണ്ടിരിക്കും. അതികഠിനമായ ചൂട് വരുന്നതിനനുസരിച്ച് കടലില്ലായിരുന്നെങ്കിൽ, ഇവിടെ നമുക്ക് അടുത്ത കടലില്ലായിരുന്നെങ്കിൽ ഡെസേർട്ടായി പോകുമായിരുന്നു. ഇത് കടലുണ്ട്, അതുകൊണ്ട് എന്ത് സംഭവിക്കും, അത് കൂടുതൽ നീരാവിയാവും. നീരാവിയാവുമ്പോൾ പെട്ടെന്ന് മഴ വരും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ സാറിന്? അപ്പോൾ വേനൽക്കാലവും നമുക്ക് ആപത്താണ്, മഴക്കാലവും നമുക്ക് ആപത്താണ്. അപ്പൊ ഇതിനിടയ്ക്കുള്ള നമുക്കൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിനി നമുക്ക് പ്രയാസമാണ് ഇതിനെ തിരിച്ചു പിടിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വശത്ത് 10 ഡിഗ്രി അക്ഷാംശത്തിൽ കിടക്കുന്ന 8 ഡിഗ്രി 10 ഡിഗ്രി അക്ഷാംശത്തിലാണ് കേരളവും കിടക്കുന്നത്, ഇന്ത്യക്ക്. അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം വരും. ആ സൂര്യപ്രകാശം വരുന്ന സ്ഥലത്ത് ഒരു വശത്ത് കടലും, നല്ല ചോദ്യം എന്നോട് ചോദിച്ചു, ഒരു വശത്ത് കടലും പടിഞ്ഞാറ് കടലും കിഴക്ക് സഹ്യാദ്രി മലകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭൂമിശാസ്ത്രം വന്നത്. ആ ഭൂമിശാസ്ത്രത്തെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പ്രകൃതി എന്ത് കൊണ്ടുവന്നത്, ഇത്രയും കാട് കൊണ്ടുവന്നത്, ഇത്രയും കാവുകൾ, കുളങ്ങൾ, നദികളൊക്കെ പ്രകൃതി ഒരുക്കിയത്. കണ്ടൽക്കാട്, തണ്ണീർത്തടമൊക്കെ പ്രകൃതി ഒതുക്കിയത് എന്തിനാണ്, ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനാണ്. ഈ ചൂടിനെയും വെള്ളത്തേക്ക് ഇതിനെ നമ്മൾ നശിപ്പിച്ചല്ലോ. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 32,000 ഘന കിലോമീറ്റർ പ്രദേശത്തെ മഴ കൊള്ളും. 10 സെന്റ് വയലുണ്ടെങ്കിൽ 1,64,000 ലിറ്റർ മഴ വെള്ളം കൊള്ളും. പക്ഷേ ഒരു തമാശ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മന്ത്രി ഉണ്ടല്ലോ, ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതേ ഒരു ചോദ്യം ചോദിച്ചോളൂ. അതേ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല ചോദ്യം ചോദിക്കും. ഒരു ചോദ്യം ചോദിച്ചു, വയലെന്തിനാ നമുക്ക്, നെല്ല് പുറത്തുനിന്ന് വാച്ചാൽ പോലെ. വല്ലാത്തൊരു ചോദ്യം ചോദിച്ചത്. ഞാനൊക്കെ ഞെട്ടിപ്പോയി. കാരണം എന്താ പറയുക, പരിസ്ഥിതിയുടെ ബാലപാഠം അറിയാന്നുള്ളൊരു ഞെട്ടിപ്പോകും. വയലിന് വേറെ ധർമ്മം ഉണ്ടെന്നേ. നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ മാത്രമല്ല വയലിന് വേറെ ഒരുപാട് ധർമ്മമുണ്ട്. ഇവിടുത്തെ ഭൂഗർഭ ജലവും മറ്റ് ജലസ്രോതസ്സും സംരക്ഷിക്കലും അതൊരു ആവാസ വ്യവസ്ഥയാണ്. അതിന്റെ അടുത്തുള്ള കിണറുകളിലെ വെള്ളം, അടുത്തുള്ള പ്രദേശങ്ങളിലെ ജലസ്രോതസ് ഒക്കെ സ്വാധീനിക്കുന്ന വലിയൊരു ഈ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. അല്ലെ പിന്നെ നമുക്കത് നികത്തി ഫ്ലാറ്റ് ആക്കിയും. നമുക്ക് ശരിക്കും തിരിച്ച് ചിന്തിച്ചാൽ സുഖമല്ലേ സാറേ, ഈ മലകൾ JCB ഉണ്ട് നമ്മുടെ, ഈ മലകളെല്ലാം എന്ത് ചെയ്യുക, തട്ടി നിരത്തി അങ്ങോട്ട് വിടുക, പാടങ്ങൾ നികത്തുക. നമുക്ക് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ വളരെ സ്പീഡിൽ എന്ത് ചെയ്യാം, പൊക്കൂടെ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ അതികഠിനമായ ചൂട് അത് കഴിയുമ്പോൾ ഈ മഴ, ഈ എങ്ങനെയുള്ള ഒരു മഴയാണ് നമുക്ക് പലപ്പോഴും കൂടുതൽ ഭയം ഉണ്ടാക്കുന്നത്. കാരണം അതാണ് വയനാട് ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്, മാറിയത്. അപ്പൊ ഈ അതികഠിനമായ ചൂടും പിന്നീടുണ്ടാകുന്ന അതികഠിനമായ മഴയും ഇത് ഏത് തരത്തിൽ ഞാൻ പറയാം. ഇപ്പൊ അതികഠിനമായ ചൂട് വരുമ്പോ എന്താ സംഭവിക്കുക, ഇല ഒഴിവാല് പൊഴിയും, മണ്ണ് ഡ്രൈ ആയി കിടക്കും, മണ്ണിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വിണ്ട് കീറി നാശക്കോട്ടയായി കിടക്കും. അങ്ങനെ ഡെഡായി കിടക്കുന്ന ഒരു ഭൂമിയിലേക്കാണ് എന്ത് വീഴുന്നത്, ശക്തമായ മഴ വീഴുന്നത്. അതേസമയം മരങ്ങളൊക്കെ നല്ല കൊഴുത്ത് നിൽക്കുകയാണെങ്കിൽ, ശക്തമായി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് മഴയെ പിടിക്കും. ഈ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ആദ്യം പതിക്കുന്നത് എവിടെയാണ്, മരങ്ങളുടെ മുകളിലാണ്.
ശക്തിയായിട്ട് വരുമ്പോൾ അത് വീണിട്ട് അടുത്ത തട്ടിയാണ് താഴെ വരേണ്ടത്. ഈ വേനൽക്കാലത്തെല്ലാം ഉണങ്ങി ചപ്പുചവറായി കിടന്നുള്ള സ്ഥിതി എന്താ? മരങ്ങളെല്ലാം ഇലയും പൊഴിച്ച് എല്ലാം നശിച്ച് ശോഷിച്ച് നിന്നാൽ ഈ മഴവെള്ളം നേരിട്ട് എവിടെ വരും? ഭൂമിയിലേക്ക് വരും. അതാണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇനിയുള്ള കാലങ്ങളിൽ ഈ മലയോര മേഖലകൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്നാണ്. മലയോര മേഖല മാത്രമല്ല, താഴെ ഉണ്ട്. കാട് മുതൽ കടൽ വരെ, അല്ലെങ്കിൽ കാട് മുതൽ തിരിച്ചങ്ങോട്ട്, കടൽ മുതൽ തിരിച്ചങ്ങോട്ട് കാട് വരെയുള്ള ഓരോ പ്രദേശവും നമ്മൾ എന്ത് ചെയ്യണം? ആ ആവാസ വ്യവസ്ഥകളെ നമ്മൾ സംരക്ഷിക്കണം. ഓരോ ആവാസ വ്യവസ്ഥയും തൊടുന്നതിനനുസരിച്ച് നമുക്ക് ഇപ്പം ആഗോളതാപനമുണ്ട്, നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല. ആ വാക്ക് പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഭൂമിക്കാകെ ചൂട് കൂടുന്നു, കടലിന് ചൂട് കൂടുന്നു, അതുണ്ട്. പക്ഷേ ഇപ്പുറത്തൊരു പ്രാദേശികമായ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അത് എല്ലായിടവും അങ്ങനെ ചൂട് കൂടുന്നില്ലല്ലോ. എല്ലായിടത്തും ഒരുപോലെ കേരളത്തിൽ മഴ വരുന്നില്ലല്ലോ. പ്രാദേശിക വ്യത്യാസം ഉണ്ടല്ലോ. പ്രാദേശിക വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനെ സ്വാധീനിക്കുന്ന എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടെന്നല്ലേ സാറേ? അതിലേക്ക് അർത്ഥം വളരെ സിമ്പിളാണ്. ഇതിന് ഒരു സയൻസും വേണ്ട. കടലിൽ ആഗോള താപനമാണെങ്കിൽ കേരളത്തിൽ ഒരേ കണക്കിന് മഴ പെയ്യണ്ടേ? ഒരേ കണക്കിന് വരൾച്ച വരണ്ടേ? അങ്ങനെയല്ലല്ലോ. ചില സ്ഥലത്ത് പെയ്യുന്നു, ചിലടത്ത് പെയ്യുന്നില്ല, ചിലടത്ത് ചൂട്, ചിലടത്ത് ചൂടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ വരുന്ന കാറ്റിനെയും മഴയെയും വെള്ളത്തെയും കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് പ്രതിരോധിക്കുന്ന, മാറ്റി തീർക്കുന്ന മറ്റെന്തോ ഘടകങ്ങൾ എവിടെ ഉണ്ട്? കരയിലുണ്ടെന്നല്ലേ അതിലെന്റെ അർത്ഥം. ആ കരയിലുള്ള ഘടകങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്താലോ, മോശമായിട്ട് കൈകാര്യം ചെയ്താൽ ഇതിന്റെ ആധിക്യം കൂടും, ഇതിന്റെ ആർത്തി കൂടും. അപ്പൊ മനുഷ്യന്റെ കേരളത്തിലെ ഈ വികസനവുമായി ബന്ധപ്പെടുത്തി ഇപ്പൊ തീരദേശത്തെ നിയമം ഡൈലൂട്ട് ചെയ്ത് കൊടുത്തല്ലോ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി. നമ്മൾ ഇവിടെ നിന്ന് എഴുതി, അവർ സമ്മതിച്ചു. 50 മീറ്ററിനകത്തും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കെട്ടിടങ്ങൾ വയ്ക്കാൻ തീരദേശത്ത്. ആരാ കെട്ടിടം വയ്ക്കുന്ന? മത്സ്യത്തൊഴിലാളികളാണോ? അല്ലല്ലോ. മത്സ്യത്തൊഴിലാളികൾ എത്ര കെട്ടിടം വയ്ക്കാന്? പുറത്തുനിന്ന് പോകുന്നവരല്ലേ അവിടെ കൊണ്ട് കെട്ടിടം വയ്ക്കുന്നത്. ഈ മലയോര മേഖല റിസോർട്ടുകൾ മൊത്തം വച്ചിരിക്കുന്ന ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് തല്ല് കിട്ടും ചിലപ്പോൾ. ആരാ ഈ റിസോർട്ടുകളെല്ലാം വെച്ചിരിക്കുന്നത്? അവിടെയുള്ള പാവപ്പെട്ട കർഷകരാണോ? ഈ വയനാട് ഈ ദുരന്തം വന്നല്ലോ, അവിടെ ഇത്രയും കെട്ടിടങ്ങളൊക്കെ വെച്ചിട്ട് ആരാ വെച്ചത്? സാധാരണക്കാരാണോ? കർഷകരാണോ? അവിടെ കുടിയേറിയവരാണോ? ഒന്നുമല്ല, വെളിയിൽ നിന്ന് പോയിട്ട് കൈയേറിയവരാണ്. അപ്പോൾ തീരദേശത്തെ നിയമം ഇല്ലാതാക്കുന്നു. തണ്ണീർത്തടത്തിൽ ഇപ്പൊ വേറെ മാൻഗ്രൂവ്സ് കണ്ടൽക്കാടിനെതിരെ ഒരു നിയമം വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? മറ്റ് സ്വകാര്യ വ്യക്തികളുടെ കണ്ടൽക്കാടും പ്രയാസമായിരുന്നു നികത്താൻ. ഇപ്പൊ നികത്താം. എന്താ സംഭവിക്കുക? പൊതുവും നികത്താം, സ്വകാര്യവും നികത്താം. അപ്പൊ തീരദേശവും നമുക്ക് വേണ്ട, കണ്ടൽക്കാടും വേണ്ട, വയലും വേണ്ട, മലയും വേണ്ട. മഴ ഇതങ്ങോട്ട് പോകുന്നേ. അപ്പൊ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മളെ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുന്നത്. അതികഠിനമായ ചൂടാണ് വരാനിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മഴയാണ് വരാനിരിക്കുന്നത്. ഈ മാറി മാറി വരുന്ന കാലാവസ്ഥ നമ്മുടെ സസ്യങ്ങളുടെ, ജന്തുക്കളുടെ, പക്ഷികളുടെ, ഇത് വേറെ തമാശ കൊണ്ട് പറയും. ഇപ്പൊ അതുകൂടെ പറഞ്ഞ അവസരം, ഇപ്പൊ വന്യജീവി സംഘർഷം വലിയ പ്രശ്നമാണല്ലോ. നമ്മളും ആനയും കടുവയും ആയിട്ടൊക്കെ വലിയ സംഘർഷമാണ്. ചൂട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് കൂടുതൽ നാട്ടിലോട്ട് ഇറങ്ങും. അതിന് വെള്ളമില്ല. അത് എന്തിനാ നാട്ടിൽ വരുന്ന? ആളുകളെ ക്ഷേമം രക്ഷിക്കാനല്ല. ഒന്നുകിൽ വെള്ളമില്ല, പ്രധാനമായിട്ട് വെള്ളമില്ല. ചൂട് വന്ന് അതിന് അസ്വസ്ഥ വരുമ്പോൾ വെള്ളമില്ല. 2 ഭക്ഷണമില്ല. ഇതിനല്ലേ വരുന്നത്. ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. എവിടെ പ്ലാവ് കണ്ടാലും അത് ചാടി വരും. ഓരോന്നിനും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ ഓരോ മൃഗങ്ങൾക്ക്. അവർ വരും. കാട്ടിൽ എന്നാൽ മാവ് വെച്ച് പ്ലാവ്, ഞാൻ അതുകൊണ്ട് ലാസ്റ്റ് പോയിന്റായിട്ട് പറഞ്ഞു, ഈ ഒരു ചർച്ച ചോദിച്ചെങ്കിൽ പ്ലാവ് ഒരുപാട് വെച്ചാൽ പോലെ എന്നാ കാട്ടിൽ ചക്ക ഒരുപാട് വരുമ്പോൾ പിന്നെ അവർ കഴിച്ചു. മാവിന് ഏറ്റവും ഇഷ്ടം, മാനിന് ഏറ്റവും ഇഷ്ടം എന്താണ്? ഈ ഇളം ഇലയാണ്. ഏതിന്റെ? പ്ലാവിന്റെ. പ്ലാവ് വെച്ചാൽ 2-ാം ദിവസം ആരും കൊണ്ടുപോകും? മാൻ കൊണ്ടുപോകും. എന്ത് ചെയ്യാനാണ്? ഇത് വലിയ ചാക്രിക വ്യവസ്ഥയാണ് പ്രകൃതി. അത് പഠിക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. വേറെ ഒരു മാർഗവും നമ്മുടെ മുന്നിലില്ല. നമ്മുടെ വികസനവും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ട്യൂൺ ചെയ്യുക എന്നേ ഉള്ളൂ സാറേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.